Simplify and express each of the following in exponential form. അപ്പം നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പം നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 2⁻³ into 3⁴ into 4 divided by 3 into 32. അപ്പോൾ ഈ 4നെയും 32നെയും നമ്മൾ ആദ്യം എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മളാക്കണം. അപ്പം നോക്കിയേ, ഈ 4നെ നമുക്ക് എന്തായിട്ട് എഴുതാം? 2⁻² ആയിട്ട് എഴുതാം അല്ലേ? 32വിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം ബിഗ് ആയിട്ടുള്ള നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം കണ്ടുപിടിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു അല്ലേ? എങ്ങനെയാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. അപ്പൊ 32വിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. 2 വെച്ച് ചെയ്യാം. അപ്പൊ എന്ത് വരും? 16 അഗെയിൻ 2. അപ്പൊ എന്ത് വരും? 8 2 4 2 2 1. ഇപ്പൊ എന്ത് വന്നു? 1 2 3 4 5 2⁻5 എന്ന് വന്നല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു 2⁻3 into 3⁻4 into 4നെ നമുക്ക് എന്ത് എഴുതാം? 2⁻2 by 3 into 32 എന്താണ്? 2⁻5 2⁻5. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം കേട്ടോ. അതായത് 2⁻3യും 2⁻2യും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാം. എന്നാലേ നമുക്ക് നമ്മുടെ ലോ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ 2⁻3 into 2⁻2 into 3⁻4 ഡിവൈഡഡ് ബൈ 2 ബേസ് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് കിടക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈ 2⁻5 നമുക്ക് ഫസ്റ്റിലോട്ട് എഴുതാമേ. 2⁻5 into 3 is equal to, ഇനി ഇതെന്ത് വരും? a⁻m into a⁻n ഫോമില അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2⁻3 + 2 into 3⁻4 divided by 2⁻5 into 3 is equal to എന്ത് വന്നു? 2⁻5 into 3⁻4 divided by 2⁻5 into 3. ഇവിടെ എന്താണ്? 2⁻5ഉം 2⁻5ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? രണ്ടും സെയിം ആണ്. 3യെ നമുക്ക് എന്ത് പറയാം? 3 is 3⁻1. ഇപ്പൊ എന്താണ്? 3⁻4 അതായത് a⁻m divided by a⁻n എന്താണ്? a⁻m divided by a⁻n is equal to a⁻m minus n. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 3⁻4 - 1 is equal to 3⁻3. ഇപ്പൊ എക്സ്പോണൻഷ്യൽ ഫോമിലായില്ലേ? ഈസി അല്ലേ ചെയ്യാൻ? അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രോബ്ലം തന്നാല് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ എല്ലാം നമ്മൾ ആ ഫോമിലാക്കണം കേട്ടോ. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ബേസ് നമ്മൾ നോക്കണം. അപ്പൊ തന്നിരിക്കുന്ന എക്സ്പോണൻഷ്യൽ ഫോമിൽ തന്നേക്കുന്ന അതിന്റെ ബേസ് നമ്മൾ നോക്കിയിട്ട് ആ ബേസിൽ ഇതിനെ മാക്കണം. എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, 5⁻2 the whole raised to 3 into 5⁻4 divided by 5⁻7. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 5⁻2 the whole raised to 3യെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഈസ് ഈക്വൽ ടു എന്ത് വരും? 5⁻2 a⁻m the whole raised to n ആണല്ലേ? അപ്പൊ a⁻m into n. അപ്പൊ എന്തെഴുതാം? 5⁻2 into 3 into 5⁻4 divided by 5⁻7 is equal to എന്ത് വരും? 5⁻2 into 3 6 into 5⁻4 divided by 5⁻7 is equal to, ഇത് ഏത് ഫോമിലാണ്? a⁻m into a⁻n എന്താണ്? a⁻m plus n. അപ്പൊ എന്തെഴുതാം? 5⁻6 plus 4 divided by 5⁻7 is equal to 5⁻10 divided by 5⁻7 is equal to, ഇതിപ്പോ ഏത് ഫോമിലായി? a⁻m divided by a⁻n എന്താണ്? a⁻m minus n 10 minus 7 is equal to 5⁻3. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ,
25⁴ ഡിവൈഡഡ് ബൈ 5�3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയേ, ഇതിന്റെ ബേസും ഡിഫറൻ്റ് ആണ്, എക്സ്പോണന്റും ഡിഫറൻ്റ് ആണ് അല്ലേ? ഈ 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ബേസായിട്ട് വരുന്ന രീതി നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും അല്ലേ? 25നെ എങ്ങനെ എഴുതാം? 5 × 5, അതായത് 5 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് ബേസും എന്താവും? സെയിം ആകും. അപ്പൊ 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5⁻². പിന്നെ ഇവിടെ എന്തുണ്ട്? 4 ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് വരും? ദ ഹോൾ റൈസ് ടു 4. 25നെ നമ്മൾ 5 സ്ക്വയർ എന്ന് എഴുതി. പിന്നെ അവിടെ പവർ എന്തുണ്ട്? 4 ഉണ്ട്. അപ്പൊ ഹോൾ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 5⁻³ ഈസ് ഈക്വൽ ടു, ഇതെന്ത് വരും? a⁻m ദ ഹോൾ റൈസ് ടു n. അപ്പൊ എന്ത് വരും? 5⁻² × 4 ഡിവൈഡഡ് ബൈ 5⁻³ is equal to 5⁸ divided by 5⁻³. ഇപ്പൊ എന്തായി? a⁻m divided by a⁻n, that is a⁻m-n. അപ്പൊ 5⁸ is equal to 5⁵. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, 3 × 7⁻² × 11⁸ divided by 21 × 11⁻3. ഇവിടെ 21 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ 21നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. നോക്കിയേ, ബേസ് ആയിട്ട് ഏതൊക്കെയുണ്ട്? 3 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ 21നെ ഇതില് ഏതെങ്കിലും ഒരു ഫോമിലാക്കി മാറ്റണം. ഏതൊക്കെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 21 കിട്ടും? 7 3s are 21 അല്ലേ? അപ്പൊ നമുക്ക് 21നെ 3 × 7 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 3 × 7⁻² × 11⁸ ഡിവൈഡഡ് ബൈ, ഇതെന്ത് വരും? 3 × 7 × 11⁻3. ഇവിടെ നമുക്ക് 3യും 3യും കട്ട് ചെയ്യാം അല്ലേ? ഇസ് ഈക്വൽ ടു, ബാക്കി എന്തുണ്ട്? 7⁻² × 11⁸ ബൈ 7 × 11⁻3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നോക്കിയേ, ഇത് രണ്ടും കൂടെ എന്ത് വരും? a⁻m ബൈ a⁻n ഫോമിലായി. 7 എന്താണ്? 7⁻1 ആണ് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു a⁻m-n ഇൻറ്റു, ഇനി ഇത് രണ്ടും കൂടെ എടുത്താൽ എന്ത് വരും? 11⁻8-3. മനസ്സിലായോ? ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 - 1 is 1. അപ്പൊ 7⁻1 into 11⁻8-3 is 5. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫോമിലായി. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, 3⁻7 ഡിവൈഡഡ് ബൈ 3⁻4 into 3⁻3. ഇതിൽ ആദ്യം നമുക്ക് 3⁻4 into 3⁻3യെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ എങ്ങനെ എഴുതാം? 3⁻7 ഡിവൈഡഡ് ബൈ, ഇത് ഏത് ഫോമിലാണ്? a⁻m × a⁻n. എന്താണ് ഇക്വേഷൻ? a⁻m + n. അപ്പൊ എന്ത് വരും? 3⁻4 + 3 is equal to 3⁻7 divided by 3⁻7 is equal to, ഇവിടെ നോക്കിയേ, 3⁻7 divided by 3⁻7. ഇത് ഏത് ഫോമിലാണ്? a⁻m divided by a⁻n ഫോമിലാണ് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എന്തെഴുതാം? a⁻m - n is equal to 3⁻0 is equal to 1. 1 is the answer. Next question, 2⁻0 plus 3⁻0 plus 4⁻0. 2⁻0 എന്താണ്? a⁻0 എന്തായിരുന്നു? 1 ആന്ന് പറഞ്ഞല്ലേ? അപ്പൊ 2⁻0 is 1 plus 3⁻0 is 1, 4⁻0 is 1. അപ്പൊ എന്ത് വരും? 3 is the answer. Next question, 2⁻0 into 3⁻0 into 4⁻0. 2⁻0 is 1 into 1 into 1 is equal to എന്ത് വരും? 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 3⁻0 plus 2⁻0 into 5⁻0. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3⁻0 is 1 plus 2⁻0 is 1 into 5⁻0 is 1 is equal to 1 plus 1 2.
2 into 1 is equal to 2. Next question നോക്കിയേ 2 raised to 8 into a raised to 5 divided by 4 raised to 3 into a raised to 3. ഇതിനെ നമുക്ക് നോക്കിയേ ഇവിടെ ബേസ് ഏതൊക്കെയാണ് 2a 4a ഇല്ലേ? അപ്പൊ ഈ 4നെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് 2 ആയിട്ട് വരുന്ന രീതിയിൽ എഴുതണം അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? is equal to 2 raised to 8 into a raised to 5 divided by 4നെ നമുക്ക് എന്ത് എഴുതാം? 2 raised to 2 എന്ന് എഴുതാം അല്ലേ? അപ്പൊ 2 raised to 2 4നെ നമ്മൾ 2 raised to 2 എന്ന് എഴുതി. അപ്പൊ 4 ക്യൂബ് ആണ് അല്ലേ? അപ്പൊ 2 raised to 2 the whole raised to 3 into a raised to 3 is equal to, ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ 2 raised to 8 into a raised to 5 divided by ഇതെന്ത് വരും? a raised to m the whole raised to n. അപ്പൊ 2 raised to 2 into 3 into a raised to 3 is equal to 2 raised to 8 into a raised to 5 by 2 raised to 6 into a raised to 3. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് എഴുതാം കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ എഴുതിയതാണ് കേട്ടോ. is equal to, ഇനി നോക്കിയാൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് എഴുതാം? 2 raised to 8 by 2 raised to 6. എന്താണ്? a raised to m divided by a raised to n is a raised to m minus n. അപ്പൊ എന്ത് വരും? 2 raised to 8 minus 6 into ഇതെന്ത് വരും? a raised to 5 divided by a raised to 3 is a raised to 5 minus 3 is equal to 2 raised to 8 minus 6 is 2 into a raised to 5 minus 3 is 2. ഇതിനെ നമുക്ക് ഒന്നുകൂടെ വേണം സിംപ്ലിഫൈ ചെയ്യാൻ. എന്തെഴുതാം? ഇതിപ്പോ ഏത് ഫോമിലായി? a raised to m into b raised to m. എന്ത് വരും? a raised to m into b raised to m. ഇവിടെ പവർ അതായത് എക്സ്പോണന്റ് സെയിം ആണ്, ബേസ് ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ a raised to m into b raised to m is equal to a b the whole raised to m. ab the whole raised to m. അപ്പൊ ഇതിനെ എന്തെഴുതാം? 2a the whole raised to 2 എന്നെഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ a raised to 5 divided by a raised to 3 into a raised to 8. അപ്പൊ ആദ്യം ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ ചെയ്യാം? a raised to m by a raised to n is a raised to m minus n. അപ്പൊ a raised to 5 minus 3 into a raised to 8 is equal to a raised to 5 minus 3 is 2 into a raised to 8 is equal to a raised to m into a raised to n is a raised to m plus n. So a raised to 2 plus 8 is equal to a raised to 10. Next question, a raised to 5 into a raised to 8 b raised to 3 divided by 4 raised to 5 into a raised to 5 b raised to 2 is equal to, ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 4 raised to 5ഉം 4 raised to 5ഉം സെയിം നമ്പർ ആണല്ലേ? അപ്പൊ നമുക്കതിനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 raised to 5 minus 5 അങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ നമുക്ക് വേണേ അങ്ങനെ എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? 4 raised to 5 minus 5 into, ഇനി ഇവിടെ a ഉണ്ടല്ലേ, അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? a raised to m by a raised to n is a raised to m minus n. അപ്പൊ എന്ത് വരും? a raised to 8 minus 5 and b, ഇതെന്ത് എഴുതാം? b raised to 3 minus 2 is equal to 4 raised to 0 into a raised to 8 minus 5 is 3, b raised to 3 minus 2 is 1 is equal to 4 raised to 0 is 1. 1 into a raised to 3 b raised to 1 is equal to a raised to 3 b is the answer. Next question നോക്കിയേ, 2 raised to 3 into 2 the whole raised to 2. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 2 raised to 3 into 2നെ നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യണം അല്ലേ? is equal to, ഇതിനെ ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതുവാണേ. 2 raised to 3 into 2 എന്ന് വെച്ചാൽ എന്താണ്? 2 raised to 1 the whole raised to 2. ഇപ്പൊ ചെയ്യാൻ ഈസി ആയില്ലേ? is equal to, ഇതെന്ത് വന്നു? 2 raised to 3 into 2 raised to 1 is 2 raised to 3 plus 1 the whole raised to 2 is equal to 2 raised to 4 the whole raised to 2 is equal to, ഇതേത് ഫോമിലായി? a raised to m the whole raised to n ഫോമിലായി അല്ലേ? അപ്പൊ 2 raised to 4 into
2 is equal to 2 raised to 8. ഈസി അല്ലേ ചെയ്യാൻ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3യുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.